തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻ പൊന്മുടിയിലെ കാഴ്ചകൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്മുടിയിലേക്ക് തിരിയുന്ന റൂട്ടിൽ 22 ഹെയർപിൻ വളവുണ്ട്. നമ്മളിപ്പോൾ 18ാമത്തെ ഹെയർപിൻ വളവ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പുറയിൽ കണ്ടോ, പുറകിൽ നമുക്ക് ആ പീക്ക് കാണാൻ പറ്റും. നമുക്ക് പോകാനുള്ള പീക്ക് കാണാൻ പറ്റും. നല്ല മഴയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പുറകിൽ ആ പീക്കിലെല്ലാം നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട്. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. പൊന്മുടി ഹിൽ ടോപ്പിൽ പോകുന്ന വഴിയിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. കണ്ടോ, നമുക്ക് ഒത്തിരി ദൂരം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് പ്രത്യേകിച്ച് ബ്ലോക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി ദൂരം ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. ചെറിയ തോതിൽ വെയിൽ വന്നു തുടങ്ങിയാൽ നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാർമേഘങ്ങൾ ഇങ്ങനെ താഴോട്ട് വരുന്നതാണ്. നമ്മൾ വരുന്ന വഴി ഇടയ്ക്ക് കുറച്ച് മഴയുണ്ടായിരുന്നു. മേലോട്ട് പോകുമ്പോഴും എന്തായാലും നല്ല മഴയുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ താഴെ ടിക്കറ്റെല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മൾ എൻട്രി ഗേറ്റ് കടന്നു വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇത്രയും സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡ് പോകുന്നതെന്ന് പറഞ്ഞാൽ പൊന്മുടിയിലെ ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കുറച്ച് സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഇതൊക്കെ ഫെസിലിറ്റീസൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കിട്ടും. നേരത്തെ കണ്ട ഒരു വ്യൂ പോയിന്റിന് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കുറേ കൂടെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അവിടെ ദൂരെ മഴമേഘങ്ങളെല്ലാം നല്ല താന്ന് വരുന്നുണ്ട്. അഗസ്ത്യാർകൂടത്തിൽ നല്ല അടിപൊളി കാറ്റാണ്. പറയുന്നത് പോലും കിട്ടുന്നില്ല. എൻ്റെ പുറകിലങ്ങ് മേലെയായിട്ട് കാണുന്നത് വാസ്റ്റവൻ്റെ മേളിൽ പോകാൻ പറ്റും. എന്നാലും വാസ്റ്റവൻ്റെ തൊട്ട് താഴെ വരെ പോകാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ അത്യാവശ്യം നല്ലൊരു ഏറ്റവും വൈഡായിട്ടുള്ളൊരു വ്യൂ കിട്ടും.
വാച്ച് ടവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പൊന്മുടി നമ്മൾ വന്നപ്പോഴേക്കും ഒരു 360 വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ചെറുതായിട്ട് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കാറ്റിൻ്റെ ഒരു കുറവില്ല. കാറ്റ് നല്ല തണുത്ത കാറ്റ് നല്ല ശക്തിക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിയിലുള്ള കല്ലാർ എക്കോ ടൂറിസത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മുമ്പിൽ കല്ലാർ നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു 1 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. അങ്ങോട്ടേക്ക് പോവുകയാണിപ്പോൾ. പുറയിൽ കാണാം കല്ലാർ നദിയാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റും, ഇവിടെ കുളിക്കാൻ പറ്റും, ഇവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കല്ലാറിന്ന് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രെക്കിംഗ് തുടങ്ങി. 1 കിലോമീറ്റർ ഉണ്ട്. കല്ലാറിന്ന് മീൻമുട്ടി വരെ 1 കിലോമീറ്റർ ഉണ്ട്. കാട്ടിലൂടെയാണ് നടക്കാനുള്ളത്. ഇടയ്ക്ക് ഇതുപോലെയുള്ള മരത്തിൻ്റെ വേരുകളുണ്ട്, അതുപോലെ ഇടയ്ക്ക് ഉറുമ്പുകൾ, അങ്ങനെയുള്ള വേറെ മൃഗങ്ങൾ, അങ്ങനെയുള്ള ഇടയ്ക്കൊക്കെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയെല്ലാം ഇതുപോലെ മുഴുവൻ പാറ നിറഞ്ഞിട്ടുള്ള വഴികളാണ്. അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള വലിയ പാറകൾ കാണാൻ. പാറ തന്നെ കണ്ടില്ല, ഒരു കുട പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് ആകാശം തന്നെ കാണാൻ വയ്യാത്തതിൽ ആ പാറ മൊത്തത്തിൽ ഇങ്ങനെ മറിഞ്ഞ് നിൽപ്പുണ്ട്. അല്പം ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ കല്ലാർ നദി ഒഴുകുന്നുണ്ട്. അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടുള്ള ആ വഴിയിൽ കയറാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കയറിട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് റിവർ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട്. ഇതാണ് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം. നമുക്കിവിടെ ഇറങ്ങാനോ ഇവിടെ കുളിക്കാനൊന്നും പറ്റില്ല. നമുക്ക് പാറയുടെ മുകളിൽ നിന്നിട്ട് വെള്ളച്ചാട്ടം കാണാൻ മാത്രമേ പറ്റൂ. പൊന്മുടിയിലെ അടിപൊളി ക്ലൈമറ്റും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.